ഇന്ന് നമ്മുടെ വീഡിയോ ഇവനെയൊന്നുമല്ല. നിങ്ങൾ ഇത് കണ്ട പോലെ തന്നെ നമുക്ക് ഇന്ന് ഇവനെ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും. ഇതാണ് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് മെറ്റിയോർ, മലയാളത്തിൽ ഉൽക്ക എന്ന് പറയും, മെറ്റിയോർ 350. അപ്പോൾ ഇതിൻ്റെ ഷോറൂമിൽ കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു 3 വിഭാഗത്തിലുള്ളതിൽ സൂപ്പർനോവ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി 2 വേരിയൻറ്റും നമുക്ക് ഷോറൂമിൽ വെച്ച് ഞാൻ ചെറിയ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് വായോട്ടെ. അപ്പോൾ ഗൈസ്, ഇത് സൂപ്പർനോവ ബ്രൗൺ വേരിയൻ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കണേ. ഇനി ഞാൻ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഫയർബോൾ, സ്റ്റെല്ലർ, ഇത് ഇങ്ങനെ ഹൈ എൻഡ് ലോ എൻഡ് വേരിയൻ്റ് എന്നൊന്നും ഇപ്പോൾ ഈ അല്ല റോയൽ എൻഫീൽഡ് അവകാശപ്പെടുന്ന 3 വേരിയൻറ്റ്സിനേ പറയുന്നുള്ളൂ. അത് പല ഏജ് ഗ്രൂപ്പിന് വേണ്ടിയുള്ളതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഫയർബോൾ കുറച്ചും കൂടെയും ഒരു ഫ്രീക്ക് ടൈപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കമ്പനി കോമൺ ആയിട്ട് ഇറക്കുന്ന 2 കളറിലും, സ്റ്റെല്ലർ എന്ന് പറയുന്ന കളറ് വണ്ടി 3 കളറിലും, ബ്ലൂ, റെഡ്, ബ്ലാക്ക്. സൂപ്പർനോവ 2 കളറിൽ, ബ്രൗണ്, ബ്ലൂ. ഈ സൂപ്പർനോവയിൽ ഇപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി സൂപ്പർനോവ ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതിൻ്റെ ആദ്യം തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിലെ ലോഗോ തന്നെയാണ്. ഭയങ്കര ക്ലാസ് ആയിട്ടുണ്ട് ഈ ലോഗോ. ഇത് അവർ ഒരുപാട് ട്രൈ ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് നോക്കി, പല രീതിയിലുള്ള ലോഗോസൊക്കെ വെച്ച് നോക്കി, അങ്ങനെ ഒരുപാട് R&D ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ലോഗോ പോലും പ്ലേസ് ചെയ്യാൻ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും അവർ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം കൺഫേം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ബിൽറ്റ് ക്വാളിറ്റിയും എല്ലാം ശ്രദ്ധിച്ചും ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ വണ്ടി നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമുക്ക് വണ്ടി ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്താൻ തന്നിരിക്കുന്നത് സാംസൺ മോട്ടോഴ്സാണ്. പെരുമ്പാവൂരുള്ള സാംസൺ മോട്ടോഴ്സ്. അവർക്ക് ബ്രാഞ്ച് പട്ടിമറ്റം, കോതമംഗലം, ഇങ്ങനെ മൊത്തം 3 സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവരാണ് നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് റിവ്യൂ ചെയ്യാൻ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഇത് നോർമൽ ഹാലജൻ ബൾബാണ്. അതിന് ചുറ്റും ഒരു DRL ഇങ്ങനെ പോയിട്ടുണ്ട്. അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വരുന്നതാണ്. അതിൻ്റെ നടുക്കായിട്ടൊരു ക്ലാസ് ആയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്ററാണ്, LED ഒന്നുമല്ല, നോർമൽ ഇൻഡിക്കേറ്റർ. പിന്നെ ഒരു വിൻഡ് പ്രൊട്ടക്ടർ വൈസറും ഉണ്ട്. ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെട്രോ ടൈപ്പ് ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ ഓൾവേസ് ഒരു DRL ഫ്രണ്ടിലുള്ള പോലെ ഒരു റൗണ്ട് ഒരു LED ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഒരു നമ്പർ പ്ലേറ്റിനൊരു ലൈറ്റും കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ബാക്കിൽ ഒരു ക്ലാസിക് ലുക്കിൽ വരുന്നൊരു മഡ് ഗാർഡും ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ആ ലോഗോയ്, സൈഡ് ബോക്സ്, ഇത് ഒരു പക്ഷേ നമുക്ക് തണ്ടർബേർഡ് എക്സിൻ്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. തണ്ടർബേർഡ് എക്സിൻ്റെ ഒരുപാട് സാമ്യം നമുക്ക് തോന്നും ഇതിനകത്ത്. നിങ്ങളുടെ ടയറിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ വന്നിട്ട് 119 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. അതും ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഷോക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് 41 mm ഫോർക്ക് ഷോക്സാണുള്ളത്. അത് തന്നെ 130 mm ട്രാവൽ തരുന്ന ഒരു ഷോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകൾ പറയുകയാണെങ്കിൽ ABS ആണ്, ഡ്യുവൽ ചാനൽ ABS ഉള്ളൊരു വണ്ടിയാണ്. അതും 300 mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ട്വിൻ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പറുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇതിനകത്ത് പ്രത്യേകം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് എൻജിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു പുതിയതായിട്ടുള്ള, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു 350 എൻജിനല്ല. ഇത് വരുന്നത് 349cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ പ്ലസ് ഓയിൽ കൂൾഡ് എൻജിനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 27 mm അറ്റ് 4000 RPM, മാക്സിമം പവർ വന്നിട്ട് 20.2 bhp അറ്റ് 6000 RPM ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത്. ഗിയർ ബോക്സ് വന്നിട്ട് 5 സ്പീഡ് കോൺസ്റ്റന്റ് മെഷ്, സാധാ റോയൽ എൻഫീൽഡൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ തന്നെ ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് അല്ല, പക്ഷേ ഗിയർ ബോക്സിൻ്റെ ടൈപ്പ് വന്നിട്ട് മാറിയിട്ടുണ്ട്, മറ്റേ ഇൻ്റർസെപ്റ്ററിൻ്റെ ഒക്കെ പോലത്തെ ഇതായിട്ടുണ്ട്. ഇനി ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 15 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയാണ് പറയുന്നത്. അതും വണ്ടിയുടെ ഒരു ആവറേജ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 40 to 45 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. നമുക്ക് ചേസസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ട്വിൻ ഫ്രെയിം ചേസാണ്, ട്വിൻ ട്യൂബ് ചേസാണ്, അല്ലെങ്കിൽ സ്പിൻ ഫ്രെയിം എന്ന് പറയാം. അങ്ങനെ ഒരു പുതിയ ഒരു ചേസസിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതും എൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് എനിക്ക് കാഴ്ചയിൽ വളരെ വ്യത്യസ്തമായിട്ടും നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയർ സസ്പെൻഷൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് ട്വിൻ ട്യൂബ് എമിഷൻ ഷോക്ക് അബ്സോർബർ വിത്ത് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കാണ് വരുന്നത്. ബാക്കിലെ ടയേഴ്സ് ഈ റോയൽ എൻഫീൽഡിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വൈഡസ്റ്റ് റിയർ ടയേഴ്സാണ് ഈ മെറ്റിയോറിന് വന്നിരിക്കുന്നത്. 140/70 ഇഞ്ച് ട്യൂബ്ലെസ് വീലാണ് വരുന്നത്. റോയൽ എൻഫീൽഡിൽ വന്നേക്കുന്നതിൽ വെച്ച് ഏറ്റവും വൈഡസ്റ്റ് ടയറാണ് ഇതിനുള്ളത്. നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര റൈഡിങ് കംഫർട്ടായിരിക്കും തരുന്നത് വൈഡ് ടയേഴ്സ് വരുമ്പോൾ. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ ഡിസ്ക് ബ്രേക്കാണ്. 270 mm ഡിസ്ക് ബ്രേക്ക്, ഭയങ്കര വലിയൊരു ഡിസ്ക് ബ്രേക്കാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ സെഗ്മെൻറ്റ് വെച്ച് നോക്കിയാലും. സൈലൻസർ വന്നിട്ട് ഇതിൻ്റെ കണ്ടോ, കാറ്റലറ്റിക് കൺവേർട്ടർ വന്നിട്ട് ചേസിൻ്റെ അടിയിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം. ഇതിങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ പീസായിട്ടാണ് പോകുന്നത്, പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കിയാലറിയാം. ഇവിടെ കണ്ടോ, ഇത് നേരെ കാറ്റലറ്റിക് കൺവേർട്ടറിലേക്ക് പോയിട്ട് കാറ്റലറ്റിക് കൺവേർട്ടറിൽ നിന്ന് നേരെ സൈലൻസറിലേക്ക് വരികയാണ്. നമ്മുടെ റിയർ മാസ്റ്റർ സിലിണ്ടർ, ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറൊക്കെ ഭയങ്കര സെക്യൂറായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എൻജിനും സൈലൻസറിൻ്റെ ഇടയിലൊക്കെ ഒന്നും പെട്ടെന്ന് പറ്റാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സെക്യൂറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം
മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും. റോയൽ എൻഫീൽഡിൻ്റെ മറ്റുള്ള ഇത് നോക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും. എല്ലായിടത്തും അതിൻ്റേതായൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ഓണാക്കിയാൽ ഇങ്ങനെയാണ് സീന്. ഫസ്റ്റ് ഓഫ് ഓൾ 2 മീറ്റർ ഉണ്ട്. ഇതാണ് മെയിൻ. ഇത് വന്നിട്ട് സ്പീഡോമീറ്റർ, ഫ്യൂവൽ ഗേജ്, ടൈം, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ട്രിപ്പ് A, B, പിന്നെ ഫ്യൂവലും അറിയാൻ പറ്റും നമുക്ക്. ഫ്യൂവൽ F മീറ്ററും ഉണ്ട്. ഇത് കിലോമീറ്റർ. പിന്നെ ഇത് ഹസാർഡ് ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ. ഇവിടെ തന്നെ ബാറ്ററി, അങ്ങനെയുള്ള ബാക്കി എല്ലാ ഇൻഡിക്കേഷനും ഉണ്ടാവും. ABSൻ്റെ ലൈറ്റ്, ന്യൂട്രൽ, ഹെഡ് ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ ഇൻഡിക്കേഷൻസും കൂടെ ഉണ്ടാവും. പിന്നെ പ്രത്യേകം പറയേണ്ട മീറ്റർ ഇതാണ്. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിലെ ന്യൂലി ലോഞ്ച്ഡ് ടേൺ ബൈ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ്. ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് ഈ വരുന്നത്. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് ആപ്പ് കണക്ട് ചെയ്ത്, സ്മാർട്ട് ഫോണിലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ നമ്മൾ നാവിഗേഷൻ ഇട്ട് കൊടുത്താൽ നേരെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിനകത്ത് നമുക്ക് കാണിക്കും. അതൊരു ഭയങ്കര ഒരു വെറൈറ്റിയും നല്ല ലുക്കും ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ടൈം നമുക്ക് ഫോണായിട്ടാണ് സിങ്ക് ആവുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്നത് ഞാനിവിടെ സ്വിച്ച് പരിചയപ്പെടുത്താം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇനി നമുക്ക് ഹാൻഡിൽ ബാർ സ്വിച്ചസിലേക്ക് കിടക്കാം. ഇത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു റെട്രോ മോഡൽ, ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് സ്വിച്ചസാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലൈറ്റിൻ്റെ ആയാലും ഇതിൻ്റെ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടൊരു സാധനമാണ്. ഒരു റെട്രോ ടൈപ്പ്, ഒരു 60s ആ ഒരു ടൈപ്പിലെല്ലാം റോയൽ എൻഫീൽഡിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് റൊട്ടേറ്റിംഗ് ടൈപ്പ് സ്വിച്ചസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഒന്നൊന്നായിട്ട് കിടക്കാം നമുക്ക് അതിനകത്ത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പാസ് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഡിം ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, ഇതാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡ് സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ കിൽ സ്വിച്ച്. ഇത് നമ്മൾ ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ഇത് എൻജിൻ ഓണായി, എൻജിൻ ഓണല്ല ഇഗ്നീഷൻ ഓണായി. ഇനി ഇത് നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി. ഇത് നമ്മുടെ ഹസാർഡ് ലൈറ്റാണ്. ഇതിന് താഴത്ത് വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഒരു സേഫ്റ്റി എന്നുള്ളൊരു ഭാഗത്തിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറുണ്ട്. നമ്മൾ വണ്ടി ഇപ്പോൾ ന്യൂട്രലാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇല്ല, സൈഡ് സ്റ്റാൻഡ് അപ്പാണ്. സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഇട്ടിട്ട് സൈഡ് സ്റ്റാൻഡ് കിടന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ വണ്ടി തന്നെ ഓഫാവും. ഇത് ഞാൻ നേരെ ഈ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വിചാരിച്ചോ, സൈഡ് സ്റ്റാൻഡ് ഇട്ട് കിടക്കുകയാണ്, വണ്ടി നമ്മൾ ഓണാക്കുകയാണ്. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്. നമ്മൾ സൈഡ് സ്റ്റാൻഡ് മാറ്റാൻ മറന്നുപോയി. നമ്മൾ നേരെ ഫസ്റ്റിലേക്ക് ഇട്ട് വണ്ടി എടുത്തു, വണ്ടി ഓഫായി. അതൊരു ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. നമ്മൾ സൈഡ് സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയാൽ അതൊരു ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. ഇതിനകത്ത് ഒരുപാട് ക്രോമിയം പാർട്സ് ഉണ്ട്. മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് ക്രോം പാർട്സ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ സൈലൻസർ, ഈ ഒരു പോർഷൻ, പിന്നെ ബാഡ്ജിങ്ങിലും, പിന്നെ ഈ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവർ ആയാലും മിറേഴ്സും, ഇതെല്ലാം മറ്റേ ഫയർ ബോളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുകയാണ്. എല്ലാം മാറ്റ് ഫിനിഷിലാണ് മറ്റുള്ള മോഡൽസിലൊക്കെ നിൽക്കുന്നത്. ഇതിന് കുറച്ചും കൂടെയും എല്ലാം ക്രോം
ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു മറ്റുള്ള മോഡലായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് റെസ്റ്റും ഈ വിൻഷീൽഡുമാണ് മറ്റുള്ള മോഡലുകളായിട്ട് വ്യത്യാസം എന്ന് പറയാൻ. ബാക്കിയെല്ലാം വണ്ടി എല്ലാം തന്നെ സെയിമാണ്. ഈ അലോയ്സും വ്യത്യാസം ഉണ്ടാവും. ഈ അലോയ്സിൽ മെഷീൻ കട്ട്, ഡയമണ്ട് കട്ട് എന്ന് പറഞ്ഞ പോലെ മെഷീൻ കട്ട് ഒരു പ്ലേറ്റിങ്ങോടെ ആണ് ഇത് വരുന്നത്. വൈ ഷേപ്പ് അലോയ് എന്നാണ് അവർ പറയുന്നത് ഇതിനെ. ഈ ഒരു ഡിസൈനിന് വൈ ഷേപ്പ് അലോയ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടെ ഒരു പ്ലേറ്റഡ് പാർട്ട് ഉണ്ടാവും, മറ്റേതിനെല്ലാം ബ്ലാക്ക് ആയിരിക്കും. നമുക്ക് നോക്കിയാൽ ആറിയുടെ ബാഡ്ജിങ് എത്ര അടുത്തുണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്യാം. ജസ്റ്റ് ഹെഡ്ലൈറ്റിൽ 1, വിൻസ്ക്രീനിൽ 2, വിൻസ്ക്രീനിൻ്റെ ക്ലിപ്പിങ്ങിൽ 3, 4, 5 അങ്ങനെ തന്നെ അപ്പുറ സൈഡിൽ 6, 7, 8, കീല് 2 എണ്ണം, 9, 10, 11, 12, സ്വിച്ചിൽ 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 22 അടുത്ത് 22, 23, 23 അടുത്താണ് എനിക്കിപ്പോൾ കാണാൻ പറ്റിയത്. അതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടാവും. ഇനി 23 അടുത്ത് ഈ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അത് റോയൽ എൻഫീൽഡ് പ്രേമികളെ ഒരിക്കലും അത് ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം. അതിൽ എത്ര സ്ഥലത്ത് ഈ റോയൽ എൻഫീൽഡ് എന്ന് എഴുതാവോ അത്രയും റോയൽ എൻഫീൽഡ് പ്രാന്തന്മാർക്ക് അതിഷ്ടമേ ആവുള്ളൂ. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ഞാൻ പെരുമ്പാവൂരാണ്. അപ്പോൾ ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസിൻ്റെ റേറ്റുകൾ ഞാനൊന്ന് പറയാം. ഫയർബോൾ നമുക്ക് ഓൺ റോഡ് വരുന്നത് 2 ലക്ഷം രൂപ. അതേസമയം സ്റ്റെല്ലർ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 2,13,666 രൂപ. ഇരിക്കുന്ന സൂപ്പർനോവയുടെ പ്രൈസ് വന്നിട്ട് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് 2,24,711 രൂപ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് റോയൽ എൻഫീൽഡ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പിൽ പോയി ആണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാമെന്ന്. ഇതിനകത്ത് നമുക്കൊരു 8,000 രൂപയുടെ കൂടുതൽ കസ്റ്റമൈസേഷൻ ആവുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇത് നേരെ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് ബിൽഡ് ചെയ്താണ് വരുന്നത്. ഫാക്ടറിയിൽ നിന്നേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വണ്ടി കൊണ്ടുവരാം. അതിന് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ബിൽഡ് ചെയ്ത് 8,000 രൂപ കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, കസ്റ്റമൈസേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പേരും നമ്മൾ വണ്ടി ഇറക്കുന്ന മാസവും ഇയറും നമുക്കിവിടെ ബാഡ്ജ് ചെയ്ത് വരും. അപ്പോൾ നമുക്കതൊരു യുണീക്നെസ് ഫീൽ ചെയ്യും നമ്മുടെ വണ്ടിക്ക്. നമ്മുടെ പേരും ഇതും അവിടെ ബാഡ്ജ് ചെയ്ത് വരും. അത് ഞാൻ ആപ്പിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെറ്റിയോറിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ കുറവാണ്. പിന്നെ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ രീതിയിലും നമ്മുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുക. പിന്നെ ഇപ്പോൾ ഞാനിത് പെരുമ്പാവൂരാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നേരിട്ട് കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യാനും ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.